എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് +2 സുവോളജിയിലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട ഫോക്കസ് പോയിൻ്റുകൾ ഏതൊക്കെ ഏരിയാസാണ് മാർച്ചിലെ പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ടത്, അത് ഫോക്കസ് പോയിൻ്റ് എന്ന രൂപത്തിൽ സിലബസ് ഇറക്കിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള കാര്യങ്ങളാണ് മുഴുവനായിട്ടും പരിചയപ്പെടുന്നത്. ഇതിനുശേഷം മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എങ്കിൽ പാഠഭാഗത്തേക്ക് കടക്കാം. Reproductive health problems and strategies. India initiated reproductive health programs, family planning in 1951. 1951 ഇന്ത്യയിലെ ഫാമിലി പ്ലാനിങ്ങിന് തുടക്കം കുറിച്ചു. Wider reproduction related areas are in operation under the reproductive and child health care programs. Reproductive and child health care program RCHന്റെ കീഴിൽ നിരവധി കാര്യങ്ങളാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് പോരുന്നുണ്ട്. പ്രധാനമായിട്ടും റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആസ്പെക്ട്സ് ഫോർ ക്രിയേറ്റിംഗ് എ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി, ഒരു ഹെൽത്തി സൊസൈറ്റി ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ബർത്ത് കൺട്രോൾ, കെയർ ഓഫ് പ്രഗ്നന്റ് മദേഴ്സ്, പ്രീനാറ്റൽ കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ്, ഇതുപോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അവയർനെസ് ഓഫ് പ്രോബ്ലംസ് ഡ്യൂ ടു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, സോഷ്യൽ ലെവൽസ്. പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ, സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ്, അതും ഈ പ്രോഗ്രാമിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് അമിനിയോസെൻറ്റസിസ്. ഇന്ത്യ ഗവൺമെൻറ് അമിനിയോസെൻറ്റസിസ് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്തായി കാണാം. അമിനിയോസെൻറ്റസിസ്. In this technique, some amniotic fluid of the fetus is taken to analyze the fetal cells and dissolved substances. പ്രധാനമായിട്ടും അമിനോട്ടിക് ഫ്ലൂയിഡിൽ കിടക്കുന്ന ഫീറ്റസ് സെൽസ് എടുത്ത് പരിശോധിക്കുകയാണ്. അതിലെ ക്രോമസോം ബാൻഡിങ് പാറ്റേൺസ് കൃത്യമായി പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും തകരാറുകൾ അതിൽ വരുന്നുണ്ടോ, ബാൻഡിങ് പാറ്റേണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുകൂടി മനസ്സിലാക്കിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ പ്രസൻസ് ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ്, സർവൈവബിലിറ്റി ഓഫ് ഫീറ്റസ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിലൂടെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. ഒരു ഫീറ്റസിനുള്ള അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്ന ആ യങ്വണിനുള്ള പ്രധാനമായിട്ടുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ്, ജനിതകപരമായിട്ടുള്ള തകരാറുകൾ എന്തെല്ലാമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സർവൈവബിലിറ്റി, ശരിയായ രീതിയിലാണോ അതിൻ്റെ വളർച്ച നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നതിന് അമിനിയോസെൻറ്റസിസ് കഴിയുന്നു എന്നുള്ളതാണ്. അമിനിയോസെൻറ്റസിസുമായിട്ട് ബന്ധപ്പെട്ട് അമിനോട്ടിക് ഫ്ലൂയിഡ് എടുക്കുന്ന ഒരു ചിത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് വ്യക്തമായി നോക്കി മനസ്സിലാക്കുക. സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഓൺ അമിനിയോസെൻറ്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഹെൽപ്സ് ടു ലീഗലി ചെക്ക് ഇൻക്രീസിംഗ് ഫീമെയിൽ ഫീറ്റിസൈഡ്. ഈ അമിനിയോസെൻറ്റസിസ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് പ്രധാനമായിട്ടും ഫീമെയിൽ ഫീറ്റിസൈഡിന് കാരണമാകുന്നു. ഫീമെയിലായിട്ടുള്ള യങ് വൺസ് അതിനെ നശിപ്പിച്ച് കളയുന്നൊരവസ്ഥയാണ്. എബോർട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ബാൻ ചെയ്തിരിക്കുന്നത്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ. ദ വേൾഡ് പോപ്പുലേഷൻ വിച്ച് വാസ് അറൌണ്ട് 2 billion or 2000 million in 1900 rocketed to about 6 billion by 2000. 1900 2 ബില്യൺ ആയിരുന്നത് 2000 ആയപ്പോഴേക്കും 6 ബില്യണിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇൻ ഇന്ത്യ അവർ പോപ്പുലേഷൻ വാസ് അപ്രോക്സിമേറ്റ്ലി 350 million at the times of our independence, reached close to the billion mark by 2000 and crossed 1 billion in May 2000. That means every sixth person in the world is an Indian.
അതായത് സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ 350 മില്യൺ ആയിരുന്നു നമ്മുടെ പോപ്പുലേഷൻ എങ്കിൽ അത് 2000 1 ബില്യൺ എത്തിയിരിക്കുന്നു. അതിനുശേഷം മെയ് 2000 1 ബില്യൺ ക്രോസ് ചെയ്തെന്നുള്ളതാണ്. ഇതിനർത്ഥം സൂചിപ്പിക്കുന്നത് ഇങ്ങനെ വളർന്നു വരുന്ന പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് സൂചിപ്പിക്കുന്നത് every 6th person in the world is an Indian. Reasons for population explosion. ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്, മരണനിരക്കിൽ വളരെയധികം കുറവുണ്ടായി. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതിലും വളരെയധികം കുറവുണ്ടായി. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, കുഞ്ഞുങ്ങളുടെ മരണത്തിലും വളരെയധികം കുറവുണ്ടായി. ആസ് വെൽ ആസ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റീപ്രൊഡ്യൂസിബിൾ ഏജ്. റീപ്രൊഡ്യൂസിബിൾ ഏജിലേക്കുള്ള ആളുകളുടെ എണ്ണം കൂടുകയാണ്. ഇതെല്ലാം പോപ്പുലേഷൻ എക്സ്പ്ലോഷന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നു. അക്കോർഡിംഗ് ടു 2001 സെൻസസ് റിപ്പോർട്ട്, ദ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വാസ് സ്റ്റിൽ അറൌണ്ട് 1.7%. ദാറ്റ് മീൻസ് അവർ പോപ്പുലേഷൻ കുഡ് ഡബിൾ ഇൻ 33 years. 2001 സെൻസസ് കണക്ക് എടുത്ത പ്രകാരം പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് 1.7% ആണ്. പോപ്പുലേഷൻ്റെ വളർച്ച എന്ന് പറയുന്നത്, ജനസംഖ്യയുടെ വളർച്ച എന്ന് പറയുന്നത് 1.7% ആണ്. അതായത് ഭാവിയിൽ 33 കൊല്ലം കഴിയുമ്പോൾ, 33 കൊല്ലം ആവുമ്പോൾ ഇരട്ടിയായിരിക്കും പോപ്പുലേഷൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ബർത്ത് കൺട്രോൾ മെഷേഴ്സ്, നാച്ചുറൽ മെത്തേഡ്സ്. ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് ദ ചാൻസസ് ഓഫ് മീറ്റിംഗ് ഓഫ് ഓവം ആൻഡ് സ്പേം. ഓവം സ്പേമും മീറ്റ് ചെയ്യുന്നതിനുള്ള സാധ്യതകൾ ഒഴിവാക്കലാണ് ഇവിടെ നാച്ചുറലായിട്ട് നടക്കുന്നത്. 3 മെത്തേഡുകളാണ്. പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻറപ്റ്റസ്, മൂന്നാമത്തെ ലാക്ടേഷണൽ അമിനോറിയ. ഇതിലാദ്യത്തെ മെത്തേഡ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. എന്താണ് ഈ മെത്തേഡിലൂടെ അർത്ഥമാക്കുന്നത്? ഇൻ ദിസ് couples avoid or abstain from coitus from day 10 to 17 of the menstrual cycle because the chances of fertilization are very high during this period. അതായത് പരമാവധി 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ കോയിറ്റസ് ഒഴിവാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് കപ്പിൾസ് ചെയ്യേണ്ടത്. കാരണം ഫെർട്ടിലൈസേഷനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടുള്ളൊരു പീരീഡാണ് 10 to 17 days എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിനെ ഫെർട്ടൈൽ പീരീഡ് എന്നാണ് പറയുന്നത്. ഇഫ് അബ്സ്റ്റൈനിങ് ഫ്രം കോയിറ്റസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ് കൺസെപ്ഷൻ കുഡ് ബി പ്രിവെന്റഡ്. അങ്ങനെ വിട്ടുനിൽക്കുകയാണെങ്കിൽ, കോയിറ്റസിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ കൺസീവ് ചെയ്യുന്ന പ്രക്രിയ അല്ലെങ്കിൽ കൺസെപ്ഷൻ തടയിടാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻറപ്റ്റസ്. In this, male partner withdraws his penis from the vagina just before ejaculation so as to avoid insemination. അതായത് വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻറപ്റ്റസിൽ പ്രധാനമായിട്ടും മെയിൽ പാർട്ട്ണർ ഇൻസെമിനേഷന് മുൻപ് വജൈനയിലേക്ക് സെമൻ റിലീസ് ആകുന്നതിന് മുൻപ് തന്നെ പെനിസ് പുറത്തേക്കെടുത്ത് കളയാണ്. ഇതിനെയാണ് നമ്മൾ കോയിറ്റസ് ഇൻറപ്റ്റസ് ഓർ വിഡ്രോവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡായിട്ട് നമ്മൾ കാണുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലാക്ടേഷണൽ അമിനോറിയ, ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ. ഈ മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? ദിസ് മെത്തേഡ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ടു ബി എഫക്റ്റീവ് ഓൺലി അപ് ടു മാക്സിമം പീരീഡ് ഓഫ് 6 months ഫോളോവിങ് പാർട്രിഷൻ. ശരിക്കും ഡെലിവറിക്ക് ശേഷം ഒരു 6 മാസം എന്ന കാലഘട്ടത്തിൽ മാത്രമാണ് ഈ മെത്തേഡ് കുറച്ചും കൂടിയും എഫക്റ്റീവായിട്ട് കാണുന്നത്. ആസ് ലോങ് ആസ് ദ മദർ ബ്രസ്റ്റ് ഫീഡ്സ് ദ ചൈൽഡ് ഫുള്ളി, ചാൻസസ് ഓഫ് കൺസെപ്ഷൻ ആർ ഓൾമോസ്റ്റ് നിൽ. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള ഈ കാലഘട്ടത്തിൽ കൺസെപ്ഷൻ വളരെ റയറാണ്, അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇൻ ദിസ് മെഡിസിൻസ് ഓർ ഡിവൈസസ് ആർ നോട്ട് യൂസ്ഡ്, ഹെൻസ് സൈഡ് ഇഫക്ട്സ് ആർ ഓൾമോസ്റ്റ് നിൽ. ഇവിടെ മെഡിസിൻസോ മറ്റ് ഡിവൈസുകളോ ഉപയോഗിക്കാത്തത് കൊണ്ട് സൈഡ് ഇഫക്റ്റിനുള്ള ചാൻസ് വളരെ കുറവാണ്. ബട്ട് ചാൻസസ് ഓഫ് ഫെയിലിയേഴ്സ് ആർ ഓൾസോ ഹൈ. കാരണം ഫെയിലിയേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള, അതിൻ്റെ പരാജയം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ
കൂടുതലായിട്ടും നമ്മൾ കാണുന്നുണ്ട്. നെക്സ്റ്റ്, ബാരിയർ മെത്തേഡ്സ്. ഓം ആൻഡ് സ്പേംസ് ആർ പ്രിവെന്റഡ് ഫ്രം ഫിസിക്കലി മീറ്റിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാരിയേഴ്സ്. അതായത് നേരത്തെ പറഞ്ഞ മെത്തേഡ് നാച്ചുറൽ മെത്തേഡ് ആണെങ്കിൽ ഇവിടെ പറയുന്ന ഈ മെത്തേഡ് ബാരിയർ മെത്തേഡ്സ്. സച്ച് മെത്തേഡ്സ് ആർ അവൈലബിൾ ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽസ്. മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് ബാരിയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെ രീതികളാണ് ബാരിയർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? കോണ്ടംസ്. These are the barriers made of thin rubber or latex sheath that are used to cover the penis in the male or vagina and cervix in female. ശരിക്കും കോണ്ടംസ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ചില പെനിസിനെ കവർ ചെയ്യാനാണ്, ഫീമെയിൽസിലെ വജൈന കവർ ചെയ്യാനാണ്. ജസ്റ്റ് ബിഫോർ കോയിറ്റസ്, അതാണ് അതിൽ പ്രത്യേകത. സോ ദാറ്റ് ദ ഇജാക്കുലേറ്റഡ് സെമൻ would not enter into the female reproductive tract. അതൊരു ബാരിയർ മെത്തേഡാണ്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് സെമൻ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നില്ല. ദിസ് ക്യാൻ പ്രിവെന്റ് കൺസെപ്ഷൻ. ഇതിലൂടെ കൺസെപ്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഇതിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥിരമായിട്ട് മെയിൽസ് ഉപയോഗിക്കുന്ന നിരോധ് ഈസ് എ പോപ്പുലർ ബ്രാൻഡ് ഓഫ് കോണ്ടം ഫോർ മെയിൽ. യൂസ് ഓഫ് കോണ്ടം പ്രൊട്ടക്റ്റിംഗ് ദ യൂസർ ഫ്രം STDs ആൻഡ് AIDS. ഈ കോണ്ടം ഉപയോഗിക്കുന്നതിലൂടെ പ്രധാനമായിട്ടും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, STDs ആൻഡ് AIDS ഇതുപോലുള്ളതെല്ലാം കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതിന്, തടയിടുന്നതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ കോണ്ടംസ് ആർ ഡിസ്പോസിബിൾ, ക്യാൻ ബി സെൽഫ് ഇൻസേർട്ടഡ് ആൻഡ് ദെർബൈ ഗീവ്സ് പ്രൈവസി ടു ദ യൂസർ. അപ്പോൾ കോണ്ടത്തിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പോസിബിൾ ആണ്, സ്വന്തമായിട്ട് സെൽഫ് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. മറ്റൊന്ന്, ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രൈവസിയും സംരക്ഷിക്കപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. കോണ്ടത്തിന്റെ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നു. മെയിലിൽ ഉപയോഗിക്കുന്ന കോണ്ടവും ഫീമെയിലിൽ ഉപയോഗിക്കുന്ന കോണ്ടവും എങ്ങനെയാണെന്ന് ചിത്രത്തിൽ നിന്ന് ഏകദേശം ഒരു ധാരണ കിട്ടുന്നു. ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്സ് ആൻഡ് വാൾസ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദീസ് ആർ ഓൾസോ barriers made of rubber that are inserted into female reproductive tract to cover the cervix during coitus. കോയിറ്റസ് നടക്കുന്ന സമയത്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് കവർ ചെയ്യാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റബ്ബർ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ബാരിയറാണ് ഇത്. ഡയഫ്രംസ്, സർവിക്കൽ ക്യാപ്സ്, വോൾസ് എന്ന് പൊതുവെ പറയുന്നത്. നെക്സ്റ്റ്, ഇതിലൂടെ they prevent conception by blocking the entry of sperms through the cervix. അപ്പോൾ സ്പേംസിന്റെ എൻട്രിയെ തടയിടാണ്. ദേ ആർ റീയൂസബിൾ, വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സ്പെർമിസൈഡൽ ക്രീംസ്, ജെല്ലീസ് ആൻഡ് ഫോംസ് ആർ യൂഷ്വലി യൂസ്ഡ് അലോങ് വിത്ത് ദീസ് ബാരിയേഴ്സ് ടു ഇൻക്രീസ് ദെയർ കോൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി. അപ്പോൾ കോൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ആണ് പ്രധാനമായും ഈ ക്രീമുകൾ, ജെല്ലീസ്, ഫോംസ് എല്ലാം ഇതിനു കൂടെ ഉപയോഗിക്കപ്പെടുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഇൻട്രാ യൂട്രിൻ ഡിവൈസസ്, IUDs. ദീസ് ആർ ഇൻസേർട്ടഡ് ബൈ ഡോക്ടേഴ്സ് ഓർ നേഴ്സസ് ഇൻ ദ യൂട്രസ് ത്രൂ വജൈന. ഡോക്ടർമാരുടെയോ നേഴ്സസിന്റെയോ സഹായത്താലാണ് അത് വജൈനയിലൂടെ യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നത്. ദേ ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേംസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സ്പേംസിനെ അവിടെ നശിപ്പിക്കപ്പെടാണ്, ഇല്ലാതാക്കുകയാണ്. IUDs are ideal method to delay pregnancy or space children. വളരെ പ്രധാനപ്പെട്ടതാണ്. ഗർഭധാരണം തടയുന്നതിന് അല്ലെങ്കിൽ അത് ഡിലേ ചെയ്യിപ്പിക്കുന്നതിന് വളരെ സഹായകരമായ ഒരു രീതിയാണ് ഇൻട്രാ യൂട്രിൻ ഡിവൈസ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് IUDs. ഇൻട്രാ യൂട്രിൻ ഡിവൈസസ് 3 വിധത്തിലാണ്. നോൺ മെഡിക്കേറ്റഡ് IUDs, കോപ്പർ റിലീസിംഗ് IUDs, ഹോർമോൺ റിലീസിംഗ് IUDs. ഇങ്ങനെ 3 വിധത്തിലാണ് ഇൻട്രാ യൂട്രിൻ ഡിവൈസുകൾ. ഇതിന്റെ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നു, അത് പ്രത്യേകം നോക്കുക. നോൺ മെഡിക്കേറ്റഡ് IUDs, ദേ ആർ റിട്ടാർഡ് സ്പെർം മോട്ടിലിറ്റി, ഓൾസോ ഹാവ് സ്പെർമിസൈഡൽ ഇഫക്റ്റ്. ഇവിടെ സ്പേം മോട്ടിലിറ്റിനെ തടയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ മോട്ടിലിറ്റിയുടെ വേഗത കുറയ്ക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന നോൺ മെഡിക്കേറ്റഡ് IUDs ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത്. ലിപ്സ് ലൂപ്പ് ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, കോപ്പർ റിലീസിംഗ് IUDs.
കോപ്പർ അയോൺസ് സപ്രസ് മോട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പേംസ്. ഇവിടെയും കോപ്പർ അയോൺസ് മോട്ടിലിറ്റി സ്ലോ ആക്കാണ് ആൻഡ് ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പേംസിന്റെ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള ആ കപ്പാസിറ്റിയും ഇല്ലാതാക്കാണ്. അതും കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം. CUT, CU7, മൾട്ടിലോഡ്, 375 ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നു. നെക്സ്റ്റ്, അതിന് ചില ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു, അത് വ്യക്തമായി നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഹോർമോൺ റിലീസിംഗ് IUDs. They make the uterus unsuitable for implantation and cervix hostile to the sperms. ശരിക്കും ഈ ഹോർമോൺ റിലീസിംഗ് IUDs പ്രധാനമായിട്ടും ഇംപ്ലാന്റേഷനെ തടയുക എന്നുള്ളതാണ്, അൺസ്യൂട്ടബിൾ ആക്കി മാറ്റുക, അല്ലെങ്കിൽ അത് അവിടെ നടക്കാതിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഹോർമോൺ റിലീസിംഗ് IUDs ചെയ്യുന്നത്. പ്രൊഗസ്റ്റാസെർട്ട്, LNG-20 ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രൊഗസ്റ്റജൻ ഓർ പ്രൊഗസ്റ്റജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻ ഫീമെയിൽസിലാണ് പൊതുവെ ഇത് ഉപയോഗിക്കുന്നത്. ദേ ആർ യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് ടാബ്ലറ്റ്സ് കോൾഡ് പിൽസ്. ടാബ്ലറ്റ്സ് ആയിട്ടാണ് പൊതുവെ അത് ഉപയോഗിക്കുന്നത്. പിൽസ് ഹാവ് ടു ബി ടേക്കൺ ഡെയിലി ഫോർ എ പീരീഡ് ഓഫ് 21 days. അത് ശരിക്കും പിൽസിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. 21 ദിവസം അത് അടുപ്പിച്ച് ഉപയോഗിക്കുകയാണ്. സ്റ്റാർട്ടിങ് പ്രിഫറബിളി വിതിൻ ദ ഫസ്റ്റ് 5 days ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. ഏകദേശം അതിൻ്റെ ഇടയിലാണ് തുടങ്ങുന്നത്, മെൻസ്ട്രൽ സൈക്കിളിന്റെ ഇടയിലാണ് അത് തുടങ്ങുന്നത്. അതിനുശേഷം ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് 7 days ഇറ്റ് ഹാസ് ടു ബി റിപ്പീറ്റഡ് ഇൻ ദ സെയിം പാറ്റേൺ ടിൽ ദ ഫീമെയിൽ ഡിസൈഡ്സ് ടു പ്രിവെന്റ് കൺസെപ്ഷൻ. എവിടെ വരെയാണോ അത് തടയേണ്ടത്, കൺസെപ്ഷൻ തടയേണ്ടത്, അതുവരെ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 21 days, ഗ്യാപ്പ് ഓഫ് 7 days, ഈ രീതിയിൽ അത് തുടരുക. They inhibit ovulation and implantation as well as alter the quality of cervical mucus to prevent or retard the entry of sperms. മ്യൂക്കസ് കട്ടിപിടിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതോടുകൂടി സ്പേമിന് എൻട്രി അവിടെ തടയാണ്. Pills are very effective within lesser side effects. Pills are very effective with lesser side effects. വളരെ കുറവ് സൈഡ് ഇഫക്റ്റ് മാത്രമേ ഇതിന് പറയപ്പെടുന്നുള്ളൂ. ആൻഡ് ആർ വെൽ അക്സെപ്റ്റഡ് ബൈ ദ ഫീമെയിൽസ്. പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫീമെയിൽസ് പൊതുവെ അക്സെപ്റ്റ് ചെയ്യുന്നത് പിൽസ് ആണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സഹേലി, ന്യൂ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽസ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CDRI. അവിടെയാണ് ലക്നൌവിലെ ഈ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ സഹേലി വികസിപ്പിച്ചെടുത്തത്. ഇറ്റ് കണ്ടെയ്ൻസ് നോൺ സ്റ്റിറോയിഡൽ പ്രിപ്പറേഷൻ. ഇറ്റ് ഈസ് എ once a week pill with very few side effects and high contraceptive value. വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സഹേലി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സർജിക്കൽ മെത്തേഡ്സ്. സ്റ്റെറിലൈസേഷൻ. ഇറ്റ് ഹെൽപ്സ് ടു ബ്ലോക്ക് ഗാമേറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ദെർബൈ പ്രിവെന്റ്സ് കൺസെപ്ഷൻ. വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ്. അല്ലെങ്കിൽ ഗാമേറ്റിന്റെ ട്രാൻസ്പോർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ കൺസെപ്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ഈസ് വെരി ഇഫക്റ്റീവ് ബട്ട് റിവേഴ്സിബിലിറ്റി ഈസ് പുവർ. എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. 2 മെത്തേഡാണ് ഇവിടെ പൊതുവെ പറയുന്നത്, വാസക്ടോമി ആൻഡ് ട്യൂബെക്ടോമി. എന്താണ് വാസക്ടോമി? സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ഇൻ മെയിൽസ്. പൊതുവെ മെയിൽസിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. എന്താണ് ഇതിൽ ചെയ്യുന്നത് നോക്കുക. ഇൻ ദിസ് എ സ്മോൾ പാർട്ട് ഓഫ് വാസ് ഡെഫറൻസ് ഈസ് റിമൂവ്ഡ്. ഒന്നുകിൽ അത് കട്ട് ചെയ്ത് കളയാണ്, അല്ലെങ്കിൽ ഓർ ടൈഡ് അപ്പ് ത്രൂ എ സ്മോൾ ഇൻസിഷൻ ഓൺ ദി സ്ക്രോട്ടം. അപ്പം അങ്ങനെ ചെറിയ ഇൻസിഷൻ ഉണ്ടാക്കി അത് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അത് കട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ അത് കെട്ടിയിടുക. അപ്പോൾ ഇൻ ദിസ് സ്മോൾ പാർട്ട് ഓഫ് വാസ് ഡെഫറൻസ് ഇസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ്പ് ത്രൂ എ സ്മോൾ ഇൻസിഷൻ ഓൺ ദി സ്ക്രോട്ടം. അപ്പോൾ ഈ രീതിയിൽ കെട്ടിയിടുക അല്ലെങ്കിൽ മുറിച്ച് കളയുക എന്ന രീതിയിൽ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വാസക്ടോമിയിൽ ചെയ്യുന്നത്. ഇനി ട്യൂബെക്ടോമി, സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ഇൻ ഫീമെയിൽസ്. ഇൻ ദിസ് എ സ്മോൾ പാർട്ട് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ് ഈസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ്പ് ത്രൂ എ സ്മോൾ ഇൻസിഷൻ ഇൻ ദ അബ്ഡോമൻ ഓർ ത്രൂ വജൈന. അങ്ങനെ ഈ ഫെലോപ്പിയൻ ട്യൂബ് ഒന്നുകിൽ റിമൂവ് ചെയ്യാണ്,
അല്ലെങ്കിൽ അത് ടൈഡപ്പ് ചെയ്യാണ്, അത് കെട്ടിയിടാണ്. ഇങ്ങനെ ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഇവിടെ ട്യൂബിക്ടോമിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നെക്സ്റ്റ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, MTP എന്ന് പറയും. വാട്ട് ഈസ് MTP? MTP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻഷണൽ ഓർ വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. പ്രഗ്നൻസി ഒഴിവാക്കുന്ന ഒരു പ്രക്രിയയാണിത്. ബിഫോർ ഫുൾ ടേം ഈസ് കോൾഡ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. Intentional or voluntary termination of pregnancy before full term is called medical termination of pregnancy or induced abortion. പ്രഗ്നൻസി താൽക്കാലികമായിട്ട് ഒഴിവാക്കാണ് അല്ലെങ്കിൽ പ്രഗ്നൻസി ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണ് MTP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബോർഷൻ നടത്തുന്ന ഒരു രീതിയാണ് MTP എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് MTP ചെയ്യേണ്ടതായിട്ട് വരുന്നത്? Why MTP? It is used to get rid of unwanted pregnancies, either due to casual unprotected intercourse and failure of the contraceptive used during coitus or rapes. ഒന്നുകിൽ ഇന്റർകോഴ്സിൽ എന്ത് സംഭവിക്കുന്നു? അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സിൽ ചിലപ്പോൾ പ്രഗ്നൻസി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് കോൺട്രാസെപ്റ്റീവ് യൂസ് ഡ്യൂറിങ് കോയിറ്റസിൽ കോൺട്രാസെപ്റ്റീവ്സിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവുകയും എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിലൊക്കെയാണ് ഈ പറയുന്ന MTPയുടെ ഇമ്പോർട്ടൻസ്. MTPs are also essential in certain cases where continuation of the pregnancy could be harmful or even fatal, either to the mother or to the fetus or both. അതായത് മദറിനോ കുട്ടിക്കോ അല്ലെങ്കിൽ രണ്ടുപേർക്കോ ഒന്നുകിൽ അത് ഹാംഫുൾ ആയിട്ട് മാറുകയാണെങ്കിൽ അത് ഒഴിവാക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം. അങ്ങനെയാണെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെത്തഡാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, എബോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ എബോർട്ട് ചെയ്യുന്നത് ഏത് ടൈമിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. MTPs are considered relatively safe during the first trimester, അതായത് അപ് ടു 12 weeks ഓഫ് പ്രഗ്നൻസി. ഈ ഒരു കാലഘട്ടത്തിൽ 12 ആഴ്ചകൾ പ്രഗ്നൻസിയായി 12 ആഴ്ചകൾക്കുള്ളിൽ ഇത് ചെയ്യുകയാണ് ഏറ്റവും സേഫ് ആയിട്ട് പറയുന്നത്, സുരക്ഷിതമായിട്ട് പറയുന്നത്. സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻസ് ആർ മച്ച് മോർ റിസ്കിയർ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി വിചാരിക്കുകയാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ അത് കുറച്ചും കൂടിയും റിസ്കിയർ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. Problems related with the MTPs. Majority of the MTPs are performed illegally. Misuse of amniocentesis test for fetal sex determination അങ്ങനെയും നടക്കുന്നുണ്ട്. അമിനിയോസെന്റസിസ് ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. If the fetus is a female, it is followed by MTP. ഫീറ്റസ് ഫീമെയിൽ ആണ്, എംബ്രിയോ സ്റ്റേജിൽ അത് അല്ലെങ്കിൽ ഗ്രോവിങ് സ്റ്റേജിൽ ഫീമെയിൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ MTPക്ക് മുതിരുകയാണ് അല്ലെങ്കിൽ MTP ചെയ്യുകയാണ്. സച്ച് പ്രാക്ടീസസ് ആർ ഡേഞ്ചറസ് ഫോർ ദ യങ് മദർ ആൻഡ് ഫീറ്റസ്. അത് ചിലപ്പോൾ അപകടകരമായിട്ട് മാറുകയാണ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, STDs. ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ഇന്റർകോഴ്സ് ആർ കോൾഡ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. STDs എന്നാണ് പൊതുവെ വിളിക്കുന്നത്, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വെനറൽ ഡിസീസസ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ചില ഡിസീസുകളാണ് ഗൊണോറിയ, സൈഫിലിസ്, ജെനിറ്റൽ ഹെർപ്പിസ്, ക്ലാമൈഡിയാസിസ്, ജെനിറ്റൽ വാർട്സ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് B, HIV. ഇങ്ങനെയുള്ള ചില ഡിസീസുകൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും HIV-യും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ബൈ ഷെയറിംഗ് ഓഫ് ഇഞ്ചക്ഷൻ നീഡിൽസ്, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇങ്ങനെ ആ ഡിസീസ് സ്പ്രെഡ് ചെയ്യാം. അല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് കൈമാറ്റം നടത്തുമ്പോഴും സംഭവിക്കാം. ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്, അങ്ങനെയും അത് സംഭവിക്കാം. എക്സെപ്റ്റ് ഹെപ്പറ്റൈറ്റിസ് B, ജെനിറ്റൽ ഹെർപ്പിസ് ആൻഡ് HIV, അതർ ഡിസീസസ് ആർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ. ഈ പറഞ്ഞ ഡിസീസുകൾ HIV, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B,
ജെനിറ്റൽ ഹെർപ്പിസ്, ഇത്തരം ഡിസീസുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ക്യൂറബിൾ ആണ് ഇഫ് ഡിറ്റക്റ്റഡ് ഏർലി ആൻഡ് ട്രീറ്റഡ് പ്രോപ്പർലി. രോഗം നേരത്തോടെ കണ്ടെത്തുകയും അത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ഇവിടെ പ്രിവെൻഷന് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ പ്രിവെൻഷന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. അതായത് അൺനോൺ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുകയില്ല എന്നുള്ളതാണ്. ഓൾവേസ് യൂസ് കോണ്ടംസ് ഡ്യൂറിങ് കോയിറ്റസ്. കോയിറ്റസ് നടക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് കോണ്ടംസ് ഉപയോഗിക്കണം എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഇൻ കേസ് ഓഫ് ഡൗട്ട് ഗോ ടു എ ക്വാളിഫൈഡ് ഡോക്ടർ ഫോർ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഗെറ്റ് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ്. ഇനി ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംശയങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ഒരു നല്ല ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ക്വാളിഫൈഡ് ഡോക്ടറെ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഇൻഫെർട്ടിലിറ്റി. ഇറ്റ് ഈസ് ദ ഇനേബിലിറ്റി to conceive or produce children even after 2 years of unprotected sexual cohabitation. ശരിക്കും 2 വർഷത്തെ പ്രൊട്ടക്റ്റഡ് അല്ലാത്ത, നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത സെക്ഷൽ ആയിട്ടുള്ള കോഹാബിറ്റേഷൻ, ഒരുമിച്ച് താമസിക്കുന്നു, ജീവിക്കുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അങ്ങനെ എന്നിട്ട് പോലും കൺസീവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അതിനെയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. These disorders can be treated in infertility clinic using assisted reproductive technologies, ART. ഇത് പരിഹരിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്യുന്നതിനായിട്ട് പ്രധാനപ്പെട്ട ക്ലിനിക്കുകളിലേക്ക് പോകേണ്ടതാണ്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, ART എന്നാണ് അതിനെ വിളിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, IVF, ടെസ്റ്റ് ട്യൂബ് പ്രോഗ്രാം. ഇൻ ദിസ് മെത്തേഡ് ova from the wife or donor and sperms from the husband or donor are collected and are induced to form zygote under simulated conditions in the laboratory. This is followed by embryo transfer. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഓവ ഫ്രം വൈഫ്, ഓവ കളക്ട് ചെയ്യാണ്, അതുപോലെ സ്പേംസ് ഫ്രം ദ ഹസ്ബൻഡ് സ്പേംസും കളക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? They are induced to form zygote under simulated conditions in the laboratory. അതായത് ശരിക്കും പുറത്ത് എടുത്തിട്ട് സൈഗോട്ട് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്, ലാബിൽ സൈഗോട്ട് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. അങ്ങനെ അതിനുശേഷം എംബ്രിയോ ഉണ്ടാകുന്ന ആ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇനി എംബ്രിയോ ട്രാൻസ്ഫർ 2 രീതിയിലാണ്. സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ZIFT എന്ന് പറയും. ഇൻട്രാ യൂട്രിൻ ട്രാൻസ്ഫർ, IUT എന്നും പറയും. ഇവിടെ പ്രധാനമായിട്ടും സൈഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ZIFT എന്നാണ് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് സൈഗോട്ട് ഓർ ഏർലി എംബ്രിയോസ് വിത്ത് അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഇൻ ടു ഫെലോപ്പിയൻ ട്യൂബ്. ഏകദേശം വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ 8 ബ്ലാസ്റ്റോമിയേഴ്സ് കാലഘട്ടത്തിൽ തന്നെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇനി ഇൻട്രായൂട്രിൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IUTയിൽ എന്താണ് സംഭവിക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് എംബ്രിയോസ് വിത്ത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ്, അവിടെ 8ലും കൂടുതലാണ്. അങ്ങനെ അത് യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതാണ് IUTs എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഗാമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ, GIFT എന്ന് പറയും. ട്രാൻസ്ഫർ ഓഫ് എൻ ഓവം ഫ്രം എ ഡോണർ into fallopian tube of another female who cannot produce ovum but can provide a suitable environment for fertilization and development. അതായത് ഓവം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതായത് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത വ്യക്തിയിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടത്തിയെടുക്കുന്ന ഒരു രീതിയാണ് ഗാമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. Intracytoplasmic sperm injection, ICSI, a laboratory procedure in which a single sperm is injected. Single sperm is injected directly into egg. അതായത് മെയിൽ പാർട്ട്ണറിൽ നിന്ന് സ്പേം കളക്ട് ചെയ്യുന്നു, അത് ഇഞ്ചക്ട് ചെയ്യാണ് എഗ്ഗിലേക്ക്. ഫീമെയിൽ പാർട്ട്ണറിൽ നിന്ന് എഗ് എടുക്കുന്നു.
ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ ദ എംബ്രിയോ ഈസ് ഇംപ്ലാന്റഡ് ഇൻ ടു വുമൺസ് യൂട്രസ്. യൂട്രസിലേക്ക് അത് ഇംപ്ലാന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. നെക്സ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ പ്രത്യേകത? ദ സെമൻ കളക്റ്റഡ് ഫ്രോം ദ ഹസ്ബൻഡ് ഓർ എ ഡോണർ ഈസ് ആർട്ടിഫിഷ്യലി ഇൻട്രോഡ്യൂസ്ഡ് ഇൻ ടു വജൈന ഓർ ദ യൂട്രസ് ഓഫ് ദ ഫീമെയിൽ. അപ്പോൾ സെമൻ കളക്ട് ചെയ്യുന്നു ഹസ്ബൻഡിൽ നിന്ന്, അത് വജൈനയിലേക്കോ അല്ലെങ്കിൽ യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇൻ ടു ദ യൂട്രസ് ഈസ് നോൺ ആസ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. യൂട്രസിലേക്ക് ചെയ്യുന്ന ഈ പ്രക്രിയനെ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നാണ് പറയുക. ദിസ് ടെക്നിക് ഈസ് യൂസ്ഫുൾ ഫോർ ദ മെയിൽ പാർട്ട്ണർ ഹാവിംഗ് ഇനേബിലിറ്റി ടു ഇൻസെമിനേറ്റ് ഫീമെയിൽ ഓർ ലോ സ്പെം കൗണ്ട്. ഇൻസെമിനേഷന് കഴിയാത്ത, അതായത് സെമൻ റിലീസ് ചെയ്യാൻ കഴിയാത്ത മെയില് അല്ലെങ്കിൽ സ്പെം കൗണ്ട് കുറവുള്ള വ്യക്തികൾ, അവർക്ക് ചെയ്യാവുന്ന ഒരു രീതിയാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മുഖ്യമായിട്ടും പഠിക്കാനുള്ളത്. ഡാഷ് ആൻഡ് ഡാഷ് ആർ the two surgical contraceptive methods in males and females respectively. ഇവിടെ ആൻസർ വാസക്ടോമി, ട്യൂബെക്ടോമി എന്നുള്ളതാണ്. Categorize the given birth control methods into 3 groups with proper heads. ഇവിടെ cervical caps, vasectomy, CUT, ട്യൂബെക്ടോമി, ഡയഫ്രംസ്, കോണ്ടംസ്, ലിപ്സ് ലൂപ്പ്, ഇത് 3 കാറ്റഗറിയിൽ അറേഞ്ച് ചെയ്യുക. ആദ്യത്തെ IUDs, രണ്ടാമത്തെ ബാരിയർ മെത്തേഡ്, മൂന്നാമത്തെ സർജിക്കൽ മെത്തേഡ്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേർഡ്. ഫൈൻഡ് ഔട്ട് ദ ഫോർത്ത് വൺ. ഇവിടെ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി കൊടുത്തിരിക്കുന്നു, MTP. ഇൻസെമിനേഷൻ ഇൻ ടു യൂട്രസ്, IUI, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. LNG20 കൊടുത്തിരിക്കുന്നു, ഹോർമോൺ റിലീസിങ് IUD. ലിപ്സ് ലൂപ്പ് ഏതാണ്? നോൺ മെഡിക്കൽഡ് IUD. നെക്സ്റ്റ്, വാട്ട് ആർ ദ സജസ്റ്റഡ് റീസൺസ് ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? പ്രധാനപ്പെട്ട 2 റീസണാണ് ഇവിടെ നമ്മളെടുത്ത് കൊടുക്കുന്നത്. ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്കിലെ കുറവ് വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റീപ്രൊഡക്റ്റീവ് ഏജ്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, one couple came to know that they have a girl child during 4th month of pregnancy and they decided to do MTP. What is MTP? MTP എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. At which stage of pregnancy MTP relatively safe? MTP are safe during the first trimester, that is up to 12 weeks of pregnancy. അതുവരെയുള്ള ഒരു സമയം. How will you respond to the decision of female feticide by the couple? MTP must be essential where the continuation of the pregnancy could be harmful or even fatal either to the mother or to the fetus. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് MTP ചെയ്യാറുള്ളത്. അത് ഹാംഫുള്ളായിട്ട് വരുന്ന സാഹചര്യത്തിൽ, ഫീറ്റസിനോ അല്ലെങ്കിൽ മദറിനോ ഹാംഫുള്ളായിട്ട് വരുന്ന സാഹചര്യത്തിലാണ് MTP ചെയ്യാറുള്ളത്. വാട്ട് ഈസ് ART? In the case of infertility, the couples could be assisted to have children through certain special techniques, commonly known as assisted reproductive technologies, ART എന്നാണ് ഇതിനെ വിളിക്കുന്നത്. Categorize the following ARTs based on their applications in male sterility and female sterility. ഗിഫ്റ്റ് പെടുന്നത് ഫീമെയിലാണ്. AI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വരുന്നത് മെയിലുമായിട്ട് ബന്ധപ്പെട്ടാണ്. നെക്സ്റ്റ്, സഹലി കോൺട്രാസെപ്റ്റീവ് ഓറൽ പിൽസ് വാസ് ഡെവലപ്ഡ് അറ്റ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. CDRI, ലക്നൗ, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ്. മോസ്റ്റ് അക്സെപ്റ്റഡ് മെത്തഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ഇൻ ഇന്ത്യ ഈസ് യൂസ് ഓഫ് IUDs എന്നുള്ളതാണ് ഇതിന് സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, amniocentesis for sex determination is banned in our country. Is this ban necessary? Comment 1. Use of amniocentesis. ഇവിടെ ഹാംഫുൾ തന്നെയാണ്, അതുകൊണ്ട് യെസ് എന്നുള്ളതാണ് പറയേണ്ടത്. ബാൻ ഓൺ amniocentesis
for sex determination to legally check increasing female feticides. ഫീമെയിൽ ഫീറ്റസിൻ്റെ ഡെത്ത് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറ്റ് ഈസ് എ ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ടെസ്റ്റ് ബേസ്ഡ് ഓൺ ക്രോമസോമൽ പാറ്റേൺ ഇൻ ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് സറൗണ്ടിങ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് എടുത്ത് പരിശോധിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ ക്രോമസോം പാറ്റേണിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഈ വീഡിയോ ക്ലാസ്സിലൂടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഫോക്കസ് പോയിന്റുകളെല്ലാം വിശദമായി നോക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വേഗത്തിൽ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.